സോ ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും അൺപോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാൻ പോവുകയാണ്. ആഫ്റ്റർ തുർക്കി വേഴ്സസ് പോർച്ചുഗൽ യൂറോ 2024 മാച്ച്, പോർച്ചുഗൽ 3-0 മാച്ച് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ജയിച്ചു. ആൻഡ് മാച്ചിലെ സിയാസവന്റെ പെർഫോമൻസ് ഓഫ് കോഴ്സ് എല്ലാ സമയത്തും പോലെ ട്രെൻഡിങ് ആണ്. അത് പോസിറ്റീവ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് ആയിട്ടാണെങ്കിലും. ആൻഡ് എന്തുകൊണ്ടാണെന്നറിയില്ല, എന്റെ ഒപ്പീനിയൻ ഇച്ചിരി ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും വീഡിയോ കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യുക. ബട്ട് ബിഫോർ ഓൾ ദാറ്റ്, ഓക്കെ, പെപ്പെ ഗൈസ്, മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ്, മാൻ അൺബിലീവബിൾ ഗൈസ്. 41-ാം വയസ്സില് യജ്ജാതി പെർഫോമൻസ്, ലൈക്ക് സീരിയസ്ലി. മാച്ചിന്റെ സ്റ്റാർട്ട് തൊട്ട് തുർക്കി നടത്തിയ ഓരോ അറ്റാക്കും, ഓക്കെ, പലപ്പോഴും തുർക്കി കളിയിൽ ഇങ്ങനെ തിരിച്ചു വരാന്നുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടാവും. അവരൊരു നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്യും. ബട്ട് പെപ്പയുടെ മുന്നിലെത്തുമ്പോൾ അതവിടെ നിൽക്കും. അതിപ്പോ ഇന്റർസെപ്ഷന്റെ കാര്യത്തിലാണെങ്കിലും ടാക്കിളിന്റെ കാര്യത്തിലാണെങ്കിലും സെറ്റ് പീസ് ക്ലിയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഈവൻ അറ്റാക്കിംഗ് ആയിട്ട് ഇച്ചിരി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഓവറോൾ കിഡിലൻ പെർഫോമൻസ്. പേഴ്സണലി ഇന്നലത്തെ മാച്ചിലെ എന്റെ മാൻ ഓഫ് ദി മാച്ച്, നമ്മുടെ മെയിൻ ടോപ്പിക് CR7ന്റെ പെർഫോമൻസ്. ഒരിക്കലും CR7 ഒരു മോശം പെർഫോമൻസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആൾ കുറെ മിസ്റ്റേക്ക് വരുത്തിയെന്നോ അങ്ങനെയുള്ള ഒരു ഒപ്പീനിയനും എനിക്കില്ല. ഓക്കെ, ഹി വാസ് ഡീസന്റ്. ആളുടെ ജോബ് ഒരു പരിധി വരെ ആൾ ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അസിസ്റ്റ് ആളുടെ പേരിൽ വന്നു. ഉള്ള കാര്യം തുറന്നു പറയാം, ആള് പാസ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേനു. ആളുടെ എബിലിറ്റി വെച്ച് ആൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് ഇവിടുന്നാണ് എൻ്റെ അൺപോപ്പുലർ ഒപ്പീനിയൻ വരുന്നത്. ആ ഒരു അസിസ്റ്റ് ആൾ കൊടുത്തത് വളരെ നന്നായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ റീസൺസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. CR7ന്റെ പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ നെഗറ്റീവ്, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് വേണ്ട, എന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കാത്ത ഒരു കാര്യം എന്നുള്ളത് ആള് എത്രത്തോളം ആ ഒരു 90 മിനിറ്റ്സിൽ ടീമിന്റെ ഗെയിം പ്ലേയിൽ ഇൻവോൾവ്ഡ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ അൽ നാസറിനോടൊപ്പമുള്ള ആളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ആൾ ഹാർട്ട് കടിച്ച മാച്ച് വരെ നിങ്ങൾ മാറ്റി നിർത്തിക്കോളി. അതൊന്നും ഇല്ലാതെ ചില മാച്ചസിൽ ആളുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വിൻറ്റേജ് റൊണാൾഡോ അല്ലെങ്കിൽ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള CR7 കാണാൻ പറ്റി എന്നുള്ളത്. ആൻഡ് 2022 വേൾഡ് കപ്പ് എക്സിറ്റിന് ശേഷം ആള് വീണ്ടും ഒരു മേജർ ടൂർണമെന്റ് പോർച്ചുഗലിനോടൊപ്പം കളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു 70% ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആള് അൽ നാസറിനോടൊപ്പം സാദിയോ മാനെ ആൻഡ് റൊണാൾഡോ അവര് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കളിക്കണ പോലെ, ഇച്ചിരി ഇറങ്ങുമെന്ന് ബോൾ കൊടുത്ത് വീണ്ടും റൺ ചെയ്ത് ബോക്സിക്ക് പോണ പോലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവലുണ്ട്. അൽ നാസർ റൊണാൾഡോ വേഴ്സസ് പോർച്ചുഗൽ റൊണാൾഡോ, രണ്ടും രണ്ടറ്റത്ത് നിൽക്കുന്ന പ്ലേയേഴ്സ് പോലെ. നമ്മൾ ചിന്തിക്കുമ്പോൾ അൽ നാസറിനെക്കാളും അത്രയും ബെറ്റർ സ്കോഡ് പോർച്ചുഗലിനൊപ്പം ഉണ്ടാവുമ്പോൾ CR7 ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് കളിക്കല്ല വേണ്ടത്. പക്ഷേ ആള് തുർക്കിയുടെ 2 സെൻട്രൽ ഡിഫൻഡേഴ്സിന്റെ അടിയിൽ ഇങ്ങനെ നിന്നിങ്ങനെ ബോളിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ പറയുണ്ടാവും സ്ട്രൈക്കർ ഡ്യൂട്ടി അതല്ലേ, ബോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ബ്ലാ ബ്ലാ, റണ്ണ് മേക്ക്, അതൊക്കെ ശരിയാ. പക്ഷേ നമ്മൾ മാച്ച് കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ആൾ എത്രത്തോളം എന്താ പറയാ ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആളുടെ ഈ ഒരു ടൈപ്പ് കളി കൊണ്ട് ആളെ കളിയിൽ എത്രത്തോളം പോർച്ചുഗീസ് പ്ലേയേഴ്സിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിയണില്ല എന്നുള്ളത്. 90-95 മിനിറ്റ് കളിച്ചിട്ട് ആകെ 30 ടച്ചാണ് ആൾക്ക് കിട്ടിയത്. അതിൽ തന്നെ ഒരു 10-15 തിരിച്ച് ബാക്കിക്ക് 1 ടച്ച് പാസ് കൊടുത്തതാവും. ഐ മീൻ ഗൈസ്, ഓരോ 10 മിനിറ്റിലും 3 ടച്ച് പോലും ആൾക്ക് കിട്ടണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഫ്രസ്ട്രേറ്റിംഗ് ആണ് അത് കാണുമ്പോൾ. ഐ മീൻ ആൾക്ക് എത്രത്തോളം ഫ്രസ്ട്രേറ്റിംഗ് ആണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ആൾ അൽ നാസറിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എത്രയോ മാച്ച് വളരെ നന്നായിട്ട് കളിച്ചതാ. അപ്പൊ ഇവിടെയും അതേപോലെ കളിക്കണതിനുള്ള കുഴപ്പം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് ആ ഒരു കാര്യം എന്നെ ശരിക്കും ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ആ ഒരു അസിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു അസിസ്റ്റിനുള്ള സിറ്റുവേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന CR7ന്റെ അടിപൊളി പെർഫോമൻസ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നിങ്ങൾ കേൾക്കൂല. അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു അസിസ്റ്റ് നന്നായി എന്നുള്ളത്. കാരണം ഫസ്റ്റ് മാച്ചിന് ശേഷം തന്നെ ഓൾറെഡി പല ജേർണലിസ്റ്റ് ആയാലും മറ്റ് ESPN പോലത്തെ ഫ്രോജുലൻ മീഡിയാസ് CR7 ബെഞ്ചിലാക്കണം എന്നുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തുർക്കിക്കെതിരെയുള്ള മാച്ചിന് മുന്നേ വരെ പ്രസ് കോൺഫറൻസിൽ എല്ലാ ജേർണലിസ്റ്റിനും കോച്ചിനോട് ചോദിക്കാനുള്ളത് CR7 90 മിനിറ്റ്സ് കളിക്കാൻ റെഡിയാണോ, അല്ലെങ്കിൽ ആൾക്ക് പകരം വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഗൈസ്,
നിങ്ങൾ ആ വേൾഡ് കപ്പിന്റെ സമയത്ത് കണ്ട സെയിം സംഭവം പിന്നെ നടക്കാൻ പോവുക, അല്ലെങ്കിൽ നടത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. CR7ന്റെ ഭാഗത്തു നിന്ന് ഒരു മോശം പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ അപ്പാളെ കയറ്റിക്കൂളി. ആൾക്ക് പകരം യങ് പ്ലേയേഴ്സ് ഉണ്ട്. പോർച്ചുഗലിന് റൊണാൾഡോനെ വേണ്ട, റൊണാൾഡോക്കാണ് പോർച്ചുഗലിന് ആവശ്യം. ഗൈസ്, CR7 എത്രത്തോളം ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് കളിക്കണോ അത്രത്തോളം പുറത്തുനിന്നുള്ള CR7 ആണ് പ്രശ്നം എന്നുള്ള ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാവാണ്. എന്തായാലും ആ ഒരു അസിസ്റ്റ് കൊണ്ട് CR7 ആണ് പ്രോബ്ലം, CR7 ടോക്സിക് ആണ്, CR7 ആണ് ഗ്രൂപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, സെൽഫിഷ് ആണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനി റൗണ്ട് ഓഫ് 16 വരെയെങ്കിലും ഉണ്ടാവൂല. ആൻഡ് ഓഫ് കോഴ്സ് ബ്രൂണോക്ക് ഇതൊരു ലെസൺ ആവുമെന്ന് ഞാൻ വിചാരിക്കാട്ടോ. ബ്രൂണോ ഒരു മോശം പ്ലെയർ ഒന്നും അല്ല. പോർച്ചുഗീസ് സ്ക്വാഡിലെ ഏറ്റവും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ നമ്മൾ ഈ CR7 ഇഗ്നോർ ചെയ്യാന്നുള്ള ഒരു സംഭവം നല്ലോണം നടക്കണ പോലെ തോന്നുന്നുണ്ട്. ഞാൻ നല്ല സ്ട്രീം ചെയ്തപ്പോൾ ഞാനൊരു CR7 ഇഗ്നോർഡ് ബട്ടൺ വരെ കൊടുന്നീനു. പേഴ്സണലി ബ്രൂണോനെക്കാളും ക്യാൻസലോയാണ് CR7 കൂടുതൽ ഇഗ്നോർ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊന്നും ശരിക്കും ഇഗ്നോർ ചെയ്യൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CR7 ഭയങ്കര ഐസൊലേറ്റഡ് ആ. ആളെ കളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് പ്ലേയേഴ്സ് എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന പോലെയൊക്കെ തോന്നും, അല്ലെങ്കിൽ അവർ എക്സ്ട്രാ ചെയ്യേണ്ട പോലെ തോന്നുകയാണ്. മേ ബി അതുകൊണ്ടാവാം, എനിക്കറിയില്ല. ബട്ട് ഇത് ബ്രൂണോക്ക് ഒരു ലെസൺ ആവും. നിങ്ങൾ ആ സ്ട്രീം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തൊക്കെയാണ് അപ്പൊ പറഞ്ഞത് എന്നുള്ളത്. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. മോസ്റ്റ്ലി ഇത് CR7ന്റെ പോർച്ചുഗലിനോടൊപ്പമുള്ള ഫൈനൽ മേജർ ടൂർണമെന്റ് ആവും. മേ ബി ഇതിന് ശേഷം ആൾ പോർച്ചുഗലിനോടൊപ്പം കളിക്കോ ഇല്ലേ എന്ന് പോലും നമുക്കറിയില്ല. എക്സ്പെഷ്യലി ഒരു മോശം എൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓവർ. ആൾക്കൊരു തിരിച്ചുവരവിനുള്ള ഓപ്പർച്യൂണിറ്റി എവിടുന്നും കിട്ടൂല. അതിപ്പോൾ എത്ര ലെജൻഡ് ആണെങ്കിലും അതിനുള്ള നിങ്ങൾ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം CR7 ഇപ്പോൾ ഒരു അധികപ്പറ്റു പോലെയാണ് പോർച്ചുഗലിലുള്ളത്. അത് ആളുടെ ഫാൾട്ട് കൊണ്ടൊന്നുമല്ല, അങ്ങനെ ആക്കിയിട്ടുണ്ട്. സോ CR7നെ സംബന്ധിച്ച് ഈ ഒരു ടൂർണമെന്റ് മൊത്തത്തിൽ എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് കളിക്കണം. ആളുടെ മാക്സിമം പുറത്തെടുക്കാൻ കഴിയണം. അങ്ങനെയൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. എക്സ്പെഷ്യലി ആ ഒരു വേൾഡ് കപ്പിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂർണമെന്റിന് ഈ സ്ക്വാഡിനൊപ്പം ആളുള്ളത്. പക്ഷേ ആളിങ്ങനെ ഒരു സേഫ് ആയിട്ട്, പ്രത്യേകിച്ച് ഒരു റിസ്ക് ഫാക്ടർ ഇല്ലാതെ കളിക്കുമ്പോൾ എന്തോ പോലുണ്ട്. ആളുടെ അഡ്വാൻറ്റേജസ് ഒന്നും യൂസ് ചെയ്യണില്ല. ആളാണ് ലീഡർ എന്നുള്ള സംഭവം കാണിക്കണില്ല. എന്തോ ഒരു നെഗറ്റീവ് ആളുടെ ചുറ്റുള്ള പോലെയാണ് ആൾ കളിക്കണത്. ഫസ്റ്റ് 2 മാച്ചസ് ഐ ആം സോറി, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂർണമെന്റ് നല്ല രീതിക്ക് എൻ്റെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഗോൾസിനെ പറ്റിയിട്ട് ആള് ഗോൾ അടിച്ചാലും ഇല്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ. ഓക്കെ, മര്യാദക്ക് കളിച്ച അത്രയും നല്ലത്. എനിക്ക് അത്രേ ഉള്ളൂ. ആള് ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്നും ഗോൾ അടിക്കാതെ ഇനി റൗണ്ട് ഓഫ് 16 തൊട്ട് ഗോൾ അടിച്ചോട്ടെ, ഫൈനൽ വരെ ഗോൾ അടിക്കട്ടെ, ഫൈനലിലും ഗോൾ അടിക്കട്ടെ, കപ്പ് അടിക്കട്ടെ, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഐ ആം നോട്ട് ഹാപ്പി. ആൻഡ് അത് ഞാൻ അങ്ങനെ തന്നെ പറയാം. ആക്ച്വലി വേറെ എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ബട്ട് ഈ വീഡിയോ ഓൾറെഡി കുറെ ലോങ് ആയി. സോ ബെർണാർഡോ സിൽവ, ഐ അപ്പോളജൈസ്. അടുത്ത മാച്ചിലും ഇങ്ങനെ തന്നെ കളിക്കുക. മേ ബി ദിയേഗോ ജോട്ടന് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇട്ട ഇച്ചിരി കൂടെ CR7 ഫ്രീഡം കിട്ടുമെന്ന് എനിക്ക് തോന്നുക. ഞാൻ നേരത്തെ പറഞ്ഞ ആൾ ഐസൊലേറ്റഡ് ആയി നിൽക്കുമ്പോൾ ആൾ ഡിഫെൻഡ് ചെയ്യുക, മാർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ എത്ര ബോക്സ് ക്രോസ് ചെയ്തിട്ടും കാര്യമില്ല, 2 ഡിഫൻഡേഴ്സ് ആളൊപ്പുണ്ട്. ഇതെന്താ മനസ്സിലാവാത്തതെന്നോ, അല്ലെങ്കിൽ CR7 അവിടെ നിന്ന് ഇങ്ങനെ ബോളിന് വേണ്ടിയിട്ട് കൈയാട്ടണം എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ നിന്ന് കളി കാണുമ്പോൾ ഒരു ചാൻസും ഇല്ല അണ്ണനാ ബോൾ കിട്ടുന്നു. ഞാൻ കുറെ കിടന്ന് കരയാന്നല്ലാതെ ഇറ്റ്സ് ഫൈൻ. നമുക്ക് അടുത്ത മാച്ചിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവില്ല എന്നൊക്കെ നോക്കുക. ഇൻഷാല്ലാ ആൾ ഗോൾ അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മര്യാദക്ക് കളിച്ചാൽ മാത്രം മതി. ജോർജിയക്കെതിരെ ആള് 11 ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. കോച്ച് ഓൾറെഡി ബാക്കിയുള്ള പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കുന്ന കാര്യമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.